നയൻതാര ഇങ്ങനൊരു കുട്ടി ഈ ലോകത്തുണ്ട്, അത് ഇങ്ങനത്തുണ്ട് എന്ന് പറഞ്ഞ് വന്ന് വിളിക്കണമല്ലോ എന്തായാലും. എങ്ങനെ വന്ന് വിളിക്കാൻ കാരണമായി? ആരെങ്കിലും പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? അല്ല, അങ്ങനല്ല. ഇപ്പൊ സത്യൻ സാർ എന്നെ വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ കേട്ട് വിളിച്ചാണ് എന്നെ. സത്യൻ സാറിനെ കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു. എന്നെ വിളിച്ച് കാണണോന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി കാണുമ്പോഴാണ് സാർ എന്നെ നേരിട്ട് അറിയുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ടായി, അല്ലാതെ എങ്ങനെ എന്നെ കുറിച്ച് അറിഞ്ഞു ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ഇല്ല അങ്ങനെയില്ല. കാരണം ഞാൻ മോഡലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുള്ളത് അല്ലാതെ സാർ അതിന്റെ സംഗതികളൊന്നും കണ്ടിട്ടില്ല. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാം പ്രീ പ്ലാൻഡ് ആണല്ലോ. ദൈവം നേരത്തെ നിശ്ചയിച്ച് വെക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പം അതനുസരിച്ചാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട്? ആദ്യം കാണാൻ പോയതിന്റെ അനുഭവം പറയാമോ? എങ്ങനെയാണ് ആദ്യം കാണാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ടെൻഷൻ കുറവായിരുന്നു, എന്നാലും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാവും ആദ്യത്തെ പടമല്ലേ. പക്ഷെ തീർച്ചയായിട്ടും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. സത്യനന്ദിക്കാട് പടം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഒരു കുടുംബ ചിത്രം, ആൾക്കാർക്ക് ഇഷ്ടം. അങ്ങനെയായിരുന്നു. കൂട്ടുകാരൊക്കെ കണ്ടിരുന്നോ പടം? ആദ്യം കൂട്ടുകാരൊക്കെ കണ്ടു. അവര് കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയി കണ്ടത്. അതല്ല ഫസ്റ്റ് ഡേ ഒന്നും പോയി കണ്ടില്ല. കണ്ടിട്ട് കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ്. അതെ. അത് കഴിഞ്ഞിട്ട് ഈ പടം വന്നില്ല, പുതിയ വേറൊരു ഡയറക്ടർ, വേറൊരു സെറ്റപ്പ്, വേറൊരു അന്തരീക്ഷം. ഈ മാറ്റം എങ്ങനെയാണ്? രണ്ട് സെറ്റ് താരതമ്യപ്പെടുത്തി പറയാമോ? രണ്ടുപേരും പ്രഗത്ഭരായ സംവിധായകര്. അതെ, അതുകൊണ്ടാണ് സെറ്റ് രീതി വ്യത്യാസം. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇപ്പം ഒരാളെ പോലെ അല്ലല്ലോ മറ്റൊരാളുടെ സ്വഭാവവും കാര്യങ്ങളും. അതുപോലെ തന്നെ ഒരു ഡയറക്ടറിന്റെ കൂട്ടല്ല മറ്റൊരു ഡയറക്ടറും അല്ലേ. അപ്പം സത്യൻ സാറിന്റെ